Dear students, now we are going to discuss a theorem. Theorem's statement ഇതാണ്. Let x be an odd integer. If alpha greater than or equal to 3, we have x raised to 5 of 2 raised to alpha divided by 2 is congruent to 1 mod 2 raised to alpha. So, there are no primitive roots mod 2 raised to alpha. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻഡക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ എപ്പോഴും ഒരു ഇൻറ്റിജർ വേണമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആൽഫയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് ഇതാണ്. എക്സ് റൈസ് ടു 5 ഓഫ് 2 റൈസ് ടു ആൽഫ ബൈ 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 2 റൈസ് ടു ആൽഫ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇൻഡക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡക്ഷന് 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് വേരിയബിളിലാണോ ഇൻഡക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ വേരിയബിളിൻ്റെ ലീസ്റ്റ് വാല്യൂവിന് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇവിടെ എന്താണ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് തന്നേക്കുന്നത്. സോ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ ഈക്വൽ ടു 3 ആണ്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ ഈക്വൽ ടു 3. അപ്പോൾ നമ്മളതിൻ്റെ LHS എടുക്കുന്നു. LHS എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ കോൺഗ്രുവൻസ് റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ LHS എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സ് റൈസ് ടു 5 ഓഫ് 2 റൈസ് ടു ആൽഫ ബൈ 2. അപ്പോൾ ഇവിടെ എന്താണ് ആൽഫയ്ക്ക് പകരം 3 കൊടുക്കുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 of 8 by 2 which is equal to 5 of 8ൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 4 ബൈ 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഒരു ഓഡ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഡ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോം എന്താണ്? ഒരു 2k+1 ഫോമിലായിരിക്കും എക്സ് ഉണ്ടാവുക. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2k+1 ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ നമുക്കൊരു എക്സ് സ്ക്വയറാണ് കിട്ടിയത്. അത് ഏത് ഫോമിലായിരിക്കും? 2k+1 ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും. അതായത് 4k² + 4k+1. അപ്പോൾ നമ്മൾ അവിടുന്ന് ആദ്യത്തെ 2 ടൈമിൽ നിന്ന് 4k ഔട്ട്സൈഡ് എടുത്താൽ ഇത് 4k × k+1 + 1 എന്ന് കിട്ടും. ഈ കെയും k+1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ k ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ k+1 ഈവൻ ആയിരിക്കും. ഏതാണ് ഈവൻ എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു നമ്പർ, അടുത്തടുത്ത 2 നമ്പർ ആണെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ k × k+1 എന്ന് പറഞ്ഞാൽ എന്തായാലും അതിലൊന്ന് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു 2 ഉണ്ടാവും. ഓൾറെഡി ഔട്ട് സൈഡിലൊരു 4 കിടപ്പുണ്ട്. അപ്പോൾ 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്താണ്? ഈ ഫസ്റ്റ് ടേം മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. ഈ 4k × k+1 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അപ്പോൾ അതിന് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 8 കൊണ്ട് റീപ്ലേസ് ചെയ്യാം +1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 + 1. അതായത് എക്സ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 8. ഓക്കെ, പക്ഷേ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് എക്സ് റൈസ് ടു 5 ഓഫ് 2³ ബൈ 2 ചെയ്തപ്പോഴാണ് നമുക്ക് ആൻസർ എക്സ് സ്ക്വയർ കിട്ടിയത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ് സ്ക്വയറിന് വരെ എന്ത് ചെയ്യുന്നു? എക്സ് റൈസ് ടു 5 ഓഫ് 2³ ബൈ 2 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2³ 2 റൈസ് ടു ആൽഫയ്ക്ക് പകരം 2³. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എന്താണ്? ഈ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ ഈക്വൽ ടു 3. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ആൽഫയ്ക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ അസ്യൂം ദാറ്റ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ. സോ നമുക്ക് എന്ത് കിട്ടും? ആ ജനറൽ ഇക്വേഷൻ തന്നെ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യണം റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ +1 എന്ന്. ഓക്കെ, ആൽഫയ്ക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3യിൽ നമുക്ക് ചെയ്യേണ്ടത് ആൽഫ +1ന് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എക്സ് റൈസ് ടു 5 ഓഫ് 2 റൈസ് ടു ആൽഫയ്ക്കല്ല, ആൽഫ +1നല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2 റൈസ് ടു ആൽഫ +1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം. അപ്പോൾ അതായത് നോക്കിക്കേ, എക്സിൻ്റെ പവറായിട്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ കിടക്കുന്നത് 2 റൈസ് ടു 5 ഓഫ് ആൽഫ +1 ബൈ 2. അപ്പോൾ നമ്മൾ ആൽഫ +1ലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ആൽഫ വെച്ചിട്ടുള്ള ടേം ഒന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമ്മൾ 5 ഓഫ് 2 റൈസ് ടു ആൽഫ നോക്കുന്നു. 5 ഓഫ് എന്നിൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? n × പ്രോഡക്റ്റ് 1 - 1/p വേർ p ഡിവൈഡ്സ് n. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന പികളെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 ഓഫ് 2 റൈസ് ടു ആൽഫ ഈക്വൽ ടു എന്നിന് പകരം 2 റൈസ് ടു ആൽഫ ഇൻറ്റു
2α ഒരേ ഒരു പ്രൈം ഡിവൈസർ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. സോ 1 - 1/2 എന്ന് വരും. അതായത് 2α × 1/2. സോ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് പവർ ഒന്ന് കുറയും. സോ 2α - 1 എന്ന് വരും. ഇത് എന്തിൻ്റെ ആൻസറാണ്? ഇത് 5/2 ആൻസറാണ് ഇപ്പോൾ നമുക്ക് 2α - 1 എന്ന് വന്നത്. ഓക്കെ, അതായത് അതിൻ്റെ പവർ ഒന്ന് കുറച്ചെഴുതിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇത് /2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ /2 കൊടുക്കുന്നു. അതായത് പവർ വീണ്ടും ഒന്നും കൂടെ കുറഞ്ഞു. അപ്പോൾ 2α - 2 എന്നാണ് കിട്ടുക. ഓക്കെ, ഏത് പവറാണ് കിട്ടിയത്? ഈ 5/2 ആൻസറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? 5/2 + 1/2 എന്നാണ് വേണ്ടത്. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിസൾട്ട് ഈസ് ട്രൂ ഫോർ α + 1 എന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ α + 1 കൊടുക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഒരു +1 വരും. ഓക്കെ, ഇവിടെയും +1 വരും, ഇവിടെയും ഒരു +1 വരും. ഒന്നുകൂടെ എഴുതാം. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. 5/2 എന്ന് പറഞ്ഞാൽ 2α - 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആൽഫയ്ക്ക് വരെ എന്ത് ചെയ്യണം? α + 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും പവർ ഒന്ന് കൂടി വരും. സോ 5/2 α + 1/2 എന്ന് പറഞ്ഞാൽ 2α - 1 എന്ന് വരും. ഇനി നമ്മുടെ LHS എന്താണ്? ഇതാണ് നമ്മുടെ LHS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ്റെ LHS എന്ന് പറഞ്ഞാൽ ഇതാണ്. x⁵ 5/2 α + 1/2 which is equal to x⁵ ഈ പവറിന് പകരം നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. x⁵2 α - 1 എന്ന് കൊടുക്കുന്നു. ഇനി എ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് പറഞ്ഞില്ലേ. ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ എന്നാണ് നമ്മൾ പറഞ്ഞത്. എ നോക്കൂ, റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ എന്ന് പറഞ്ഞാൽ x⁵ 5/2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1. ഇനി ഈ പവറിന് നമ്മളിപ്പോൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വെച്ചില്ലേ. പവറിന് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വെച്ചത് എന്താണ്? 5/2 ഈക്വൽ ടു 2α - 2. അപ്പോൾ എയുടെ അകത്ത് നമ്മൾ ആ പവറിന് പകരം എന്ത് കൊടുക്കണം? ഈ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x⁵2 α - 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2α എന്ന് വരും. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ 1ഉം കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? x⁵2 α - 2 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2α എന്നായില്ലേ. ഇപ്പോൾ 2α മൾട്ടിപ്പിളിനെ നമ്മൾ എങ്ങനെ എഴുതും? 2α × സം t എന്ന് നമ്മൾ എഴുതും. സോ ഈ എക്സിൻ്റെ ഈ പവറിനെ നമുക്ക് 1 + ഈ 1 നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിലോട്ട് തന്നെ കൊണ്ടുവരുന്നു. ഓൾറെഡി ഇത് റൈറ്റ് സൈഡിലായിരുന്നു. നമുക്ക് ഈ ഫോമിൽ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയത്. വീണ്ടും അത് റൈറ്റ് സൈഡിലോട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ അത് 1 + 2α × t ആയിട്ട് എഴുതുന്നു. ഇനി രണ്ടിടത്തും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? x⁵2 α - 2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 + 2α × t ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പം ഓൾറെഡി അത് എക്സിൻ്റെ പവറായിട്ടാണ് കിടക്കുക. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് അല്ലേ. ഇപ്പം x⁵n ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ x⁵2n ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ ഓൾറെഡി ഈ പവറിൽ വരുന്ന 2 എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ വരും. അതാണ് അവിടെ വന്നേക്കുന്നത്. സോ LHS എന്ന് പറഞ്ഞാൽ x⁵2 × 2α - 2 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഒരു a + b ഹോൾ സ്ക്വയർ ഫോമിലല്ലേ. അപ്പോൾ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, ഇവിടെ വീണ്ടും 2ൻ്റെ പവറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2α - 1 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയാണ് വരിക. റൈറ്റ് സൈഡിൽ നമ്മൾ 2ൻ്റെ ടേമുകളെല്ലാം ഒരുമിച്ച് നമ്മൾ എഴുതുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെയുള്ള കാര്യങ്ങൾ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുവാണ്. ഇവിടെ 2⁴ എന്നൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ലേ. 2⁴ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. 2⁴ 2⁴ + α എന്ന് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഒരു ആൽഫയുടെ കൂടെ 1 ആഡ് ചെയ്യുന്നു, വേറൊരു ആൽഫയുടെ കൂടെ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്താ നമ്മൾ ചെയ്തത്? 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ അവിടെ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അപ്പോൾ ഒരു ആൽഫയുടെ കൂടെ +1 കൊടുത്തു, വേറൊരു ആൽഫയുടെ കൂടെ -1 കൊടുത്തു. ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2α α + α എന്ന് എഴുതിയത്.
ഇനി നമ്മളവിടെ ഒരു സ്പ്ലിറ്റിങ് നടത്തുവാണ്. എന്താ ചെയ്യുന്നത് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ. ഇതാ നോക്കൂ, ഇതിനെ നമ്മൾ ഇപ്പോൾ കിടക്കുന്നത് 2⁻α+1 പ്ലസ് ആൽഫ -1 എന്നാണ്. ഇത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 2⁻α+1 ഇൻറ്റു 2⁻α−1 എന്ന് എഴുതുന്നു. ഓൾറെഡി അപ്പോൾ രണ്ടാമത്തെ ടേമിലും 2⁻α+1 ഉണ്ട്, മൂന്നാമത്തെ ടേമിലും 2⁻α+1 ഉണ്ട്. അപ്പോൾ 2⁻α+1 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ ടേമിൽ ബാക്കിയുള്ളത് t ആണ്, മൂന്നാമത്തെ ടേമിൽ ബാക്കിയുള്ളത് 2⁻α−1 ഇൻറ്റു t² ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ ചെയ്ത കാര്യം മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ആദ്യമേ ഉണ്ടായിരുന്ന ടേമിനെ എല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങനെ പവറിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ എയുടെ അകത്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വീണ്ടും അതിനെ സ്ക്വയർ ചെയ്ത് പിന്നെ ഇത്രയും സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നമ്മൾ x⁻²2⁻α−1 സിംപ്ലിഫൈഡ് ഫോം നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x⁻²2⁻α−1 എന്താണ്? ഇവിടെ നോക്കുക, ഇത് 1 പ്ലസ് ഒരു 2⁻α+1 മൾട്ടിപ്പിൾ ആയിട്ടല്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഇത്രയും ടേം എന്താണ്? 2⁻α+1 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ മൾട്ടിപ്പിൾ ഓഫ് 2⁻α+1. അതായത് ദിസ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 2⁻α+1. ഇതിൻ്റെ പവർ എന്താണ് ആക്ച്വലി? ഇതാ നോക്കൂ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ ടേം x⁻²2⁻α−1 എന്നാണ് കിടക്കുന്നത്. നോക്കൂ, ഓൾറെഡി നമ്മൾ x⁻²2⁻α−1 എങ്ങനെ എഴുതിയായിരുന്നു? x⁻5/2⁻α+1/2 ആണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈഡ് ഇക്വേഷൻ കിട്ടി. സോ റിസൾട്ട് ഈസ് ട്രൂ ഫോർ α+1. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരുമിച്ച് സ്പീഡിൽ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. നിങ്ങളൊന്ന് മനസ്സിലെത്തി വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ ജസ്റ്റ് ആ ഒരു പവർ, ഈ എക്സിൻ്റെ പവറിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. അതായത് ഈ ഒരു ഫോമിൽ കിട്ടുന്ന രീതിയിൽ ആ 5 അവിടെ നിന്ന് മാറ്റിയിട്ട് 2ൻ്റെ പവർ മാത്രമാക്കി നമ്മൾ എഴുതുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റീഅറേഞ്ച്മെൻ്റ് ഒക്കെയാണ് ഈ ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു.